പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. നമ്മൾ ഇന്നത്തെ വിപണിയെക്കുറിച്ച്, ഇന്ന് തിങ്കളാഴ്ചയാണ്, 2 ദിവസത്തെ അവധി കഴിഞ്ഞ് വിപണി തുറക്കുകയാണ്. ഇന്നത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് BJP മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ എത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസായ മേഖലകളുടെ തലസ്ഥാനം എന്ന് പറയുന്ന പോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെ അവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടും അത് വ്യവസായ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനങ്ങളായതുകൊണ്ടും അവിടെ വ്യവസായികൾ പ്രതീക്ഷയിലാണ്. ഇന്ന് ഒരു 100-150 പോയിൻറ്റിൻ്റെ ഉയർച്ചയോടുകൂടി വിപണനം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റേതായ കാരണം അതാണ്. അതുതന്നെയല്ല, വിദേശത്തുള്ള ഓഹരി വിപണിയും സാമാന്യം കുതിപ്പിലാണ്, നഷ്ടത്തിലല്ല എന്നുള്ളതുകൊണ്ട് മറ്റ് പ്രതികൂല വാർത്തകളൊന്നും ഇതുവരെ വരാത്തതുകൊണ്ടും 9:00 വിപണി ആരംഭിക്കുമ്പോൾ ഒരു 100-150 പോയിൻറ്റിൽ ഉയർച്ചയോടുകൂടി ആരംഭിക്കുമെന്നും 24,000-ന് മേലെ ഇന്ന് ക്ലോസ് ചെയ്യുമെന്നും വലിയ ഇടി ഉണ്ടാകുകയില്ലെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷയോടെ കഴിഞ്ഞ ഒരു 1-2 മാസങ്ങളായിട്ട് നമ്മളുടെ ഇന്ത്യൻ ഓഹരി വിപണി രണ്ട് തകർച്ച നേരിട്ടുണ്ട്. വിപണിയിൽ ഇടിവുണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് വിദേശ നിക്ഷേപകർ കോടിക്കണക്കിന് രൂപ വിറ്റുമാറി. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറഞ്ഞ പോലെ അവർ ചൈനയിൽ നിന്ന് കൂടെ വിദേശ ഫണ്ടുകൾ കൊണ്ടുപോയി ഇന്ത്യയിൽ നിക്ഷേപിച്ചതാണ്. ഇവിടെ അന്ന് അനുകൂലമായ സാഹചര്യമാണെന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. അതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷെയറിൻ്റെ എല്ലാം, ഓഹരികളുടെ വിലയെല്ലാം കുതിപ്പ് കാണിച്ചു. അങ്ങനെ കുതിച്ച് കാണിച്ച് പലതും ഓവർ വാല്യൂഡ് ആണ്, അർഹിക്കുന്നതിൽക്കാട്ടിലും കൂടുതൽ വില ഷെയറുകൾക്ക് വന്നു. ഡിമാൻഡ് കൂടും കഴിയുമ്പോൾ ആൾക്കാർ കൂടുതൽ തുകയ്ക്ക് മേടിക്കാൻ നിൽക്കും. അന്നേരം പലരും അതിൻ്റെ എത്രയാണ് NAV എന്നുള്ളതൊക്കെ നോക്കി കഴിഞ്ഞാൽ പോലും അതിൻ്റെ മൂല്യത്തിനേക്കാട്ടിലും കൂടുതൽ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാകും. അങ്ങനെ വില ഓവർ വാല്യുവേഷൻ വരും. അത് നമ്മൾ പ്രതിരോധ മേഖലയിലുള്ള കമ്പനികൾക്കൊക്കെ കണ്ടതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ കയറി പോയി 2,500-3,000 അടുത്തൊക്കെ വന്നിട്ട് താഴോട്ട് പോകുന്ന ഇത് കണ്ടതാണ് ഐഡിയൻ്റെ. അത് ഓവർ വാല്യൂഡ് ആകുമ്പം ആ വരുന്ന വർധനമാണ്. അത് കഴിഞ്ഞ് അതൊക്കെ ഓവർ വാല്യൂഡാണെന്ന് മനസ്സിലാക്കുകയും വിദേശത്ത് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ചൈന അവിടെ നിന്നുള്ള ഫണ്ടുകളെല്ലാം ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി. വ്യവസായികൾക്ക് നിക്ഷേപത്തിന് അനുകൂലമായ പ്രസ്താവനകളും പ്രവൃത്തിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് വിറ്റ് മാറി അങ്ങോട്ട് പോയി അവിടെ ഓഹരി എടുക്കാൻ തയ്യാറാവും. ഇങ്ങോട്ടും വന്നു കഴിഞ്ഞപ്പോൾ ഓവർ വാല്യുവേഷൻ വന്നു. അതിന് പുറമെ കേന്ദ്ര ധനകാര്യ വകുപ്പും അവരൊക്കെ കൂടെ നികുതി കൂട്ടിയും മറ്റു പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നികുതി അങ്ങനെയൊക്കെയുള്ള വർധന വന്നു കഴിയുമ്പോൾ വരുന്നത് നിക്ഷേപകരുടെ കയ്യിലെ പൈസയാണ് ഇതെല്ലാം കൂടുതൽ പോകുന്നത്. സർക്കാരിനെതിരെ പിഴിയാം എന്ന് തോന്നി കഴിഞ്ഞാൽ നിക്ഷേപകർ ഇവിടുന്ന് കുറച്ചുകൂടെ ലാഭമുള്ള മേഖലകളിലേക്ക് പോവുകയും ചെയ്യും. അന്നേരം നമ്മൾ ആകർഷകമായ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടും വരും. അതിന് ശ്രമം ഉണ്ടാകേണ്ടി ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആണ് കുറേയൊക്കെ വാങ്ങിയത് കൊണ്ടാണ് ഇത്രയും കാലം ഇത്രയും ഇടിയില്ലാതെ പിടിച്ച് നിന്നുപോയത്. അവർ നോക്കുന്ന ഓവർ വാല്യുവേഷൻ ആകുന്ന ഷെയർ ഒരു പരിധി കൂടുതൽ അവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. പല മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ആയിട്ട് ജനങ്ങളിൽ നിന്ന് വിരിക്കുന്ന പണമാണ്, നിക്ഷേപകരിൽ നിന്ന് വിരിക്കുന്ന പണമാണ്. ഇപ്പം നമ്മൾ ഡിഫൻസ് ഫണ്ടുകൾ എന്ന് പറഞ്ഞ് കുറച്ച് ഫണ്ടുകൾ ഈ അടുത്ത കാലത്ത് ഓപ്പൺ ചെയ്യും. അപ്പോൾ പലതിലും ഇപ്പം വലിയ ലാഭമില്ലാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് മാർക്കറ്റിൽ നിന്ന് ആ ഡിഫൻസ് ഫണ്ട് വാങ്ങിച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസരമായിട്ട് വന്നു. ഓവർ വാല്യുവേഷൻ ആകുന്നത് പിന്നെ വല്ല താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് ഫണ്ടുകൾ നഷ്ടത്തിലോട്ട് വരും. അന്നേരം അവരുടെ വിശ്വാസം നഷ്ടപ്പെടും. ഫണ്ട് ധനകാര്യ ഗ്രൂപ്പുകളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതുകൊണ്ട് അവർക്ക് പിന്നെ ഒരു ഫണ്ടുകൾ ഓപ്പൺ ചെയ്യാനോ പഴയ ഫണ്ടുകൾ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവർ വാങ്ങാൻ പഠിക്കും. അതൊക്കെയാണ് സാമ്പത്തിക രംഗത്ത്, വിപണി രംഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി നമ്മൾ അതേപോലെ ബോണസ്, സ്പ്ലിറ്റ്, ഡിവിഡൻഡ് ഇങ്ങനെ ലാഭം നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. കോൺസിക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെൻറ്റ് 94 രൂപ വിലയാണ്. ബോണസ് 1:1 10 ഡിസംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. രാജശ്രീ ഇൻഡസ്ട്രി 554 രൂപ വിലയാണ്. ബോണസ് 1:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. NMDC 218 രൂപ വിലയാണ്. ബോണസ് 2:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഭാരത് ഗ്ലോബൽ 1210, ബോണസ് 8:1. സീനക് എക്സ്പോർട്സ് 1200 രൂപ, ബോണസ് 1:5 വരുന്നതേ ഉള്ളൂ. കിറ്റെക്സ് ലുങ്കി 636 രൂപ,
ബോണസ് 2:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. വിപ്രോ 557 രൂപയാണ്. ബോണസ് 1:1 ആണ്. 3 ഡിസംബറാണ് റെക്കോർഡ് ഡേറ്റ്. സ്കൈ ഗോൾഡ് 4000 രൂപ വിലയാണ്. ബോണസ് 9:1. ഒരെണ്ണം ഉണ്ടെങ്കിൽ 9 കിട്ടും. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പിന്നെ സ്പ്ലിറ്റ് വരുന്ന കമ്പനികൾ മോഹിത് ഇൻഡസ്ട്രി 28 രൂപ വിലയാണ്. സ്പ്ലിറ്റ് 1:10 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. സെൻകോ ഗോൾഡ് 1078 രൂപ വിലയാണ്. സ്പ്ലിറ്റ് 1:2 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ജൂലിയൻ ജയ് ബാലാജി 941 രൂപ വിലയാണ്. സ്പ്ലിറ്റ് 1:1 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഭാരത് ഗ്ലോബൽ അവർക്ക് ബോണസും ഉണ്ട്. 1210 രൂപയാണ്. ബോണസ് 8:1. സ്പ്ലിറ്റ് 1:10 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ജൂലിയൻ അഗ്രോ 29 രൂപ വിലയാണ്. സ്പ്ലിറ്റ് 1:2 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. സോറ ടൈൽസ് 91 രൂപ വിലയാണ്. സ്പ്ലിറ്റ് 1:10 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. നമ്മളിനി ഡിവിഡൻഡ് ലാഭവിധം ലഭിക്കുന്ന കമ്പനികളെക്കുറിച്ച് നോക്കാം. അപ്പോൾ ബൽറാം പോർച്ചീനി ഷുഗർ കമ്പനി 524 രൂപ. ഡിവിഡൻഡ് 3 രൂപ. 25 നവംബറാണ്. ഗോഡ്ഫ്രൈ ഫിലിപ്സ് 5988 രൂപ വിലയാണ് ഓഹരിയുടെ വില. അതിൻ്റെ ഡിവിഡൻഡ് 35 രൂപയുണ്ട്. 28 നവംബറാണ് റെക്കോർഡ് ഡേറ്റ്. IPC ലാബ് 1526 രൂപയാണ് ഓരോ ഓഹരിയുടെ വില. 10 രൂപ ഡിവിഡൻഡ് ഉണ്ട്. 27 നവംബറാണ്. ടപാര ടൂൾസ് 8 രൂപ 75 പൈസ. 25 പൈസ ഡിവിഡൻഡ് ഉണ്ട്. നവംബർ 21. വീനസ് പൈപ്പ് 1670 രൂപ 50 പൈസ ആണ്. 27 ആണ്. ഹാപ്പിയസ്റ്റ് മൈൻഡ് 735 രൂപ വിലയാണ്. ഡിവിഡൻഡ് 2 രൂപയുണ്ട്. 27 ആണ്. സൺ TV 724 രൂപയാണ്. 5 രൂപ ഡിവിഡൻഡ്. 26 നവംബർ. പോളിപ്ലക്സ് 1240 9 രൂപ ഡിവിഡൻഡ്. 26 ആണ് ഡേറ്റ്. അത് പിന്നെ ടാർഗറ്റ് ഇട്ട് BPCL 314 എടുത്ത് 447 രൂപ ടാർഗറ്റ് എത്തുമ്പം വിൽക്കാവുന്നതാണ്. പിന്നെ CG പവർ 725 രൂപയ്ക്ക് എടുത്ത് 795 വിൽക്കാം. KFin Tech 1030 എടുത്തിട്ട് 1118 വിൽക്കാവുന്നതാണ്. KEC 1027 എടുത്ത് 1121 വിൽക്കാം. ഫെഡറൽ ബാങ്ക് 210 എടുത്ത് 225 രൂപ ടാർഗറ്റ് ആകുമ്പോൾ വിൽക്കാം. ഇത് പഠന ആവശ്യത്തിനായിട്ട് തയ്യാറാക്കിയൊരു റിപ്പോർട്ടാണ്. നമ്മൾ ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് ആഴത്തിലുള്ള പഠനം നമ്മുടെ സ്വന്തമായിട്ടുള്ള എല്ലാ മറ്റുള്ളവരിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ പങ്കുവെക്കുന്നതാണ്. അത് മറ്റുള്ള ഉദ്ദേശത്തോടുകൂടിയല്ല. ഇത് വാങ്ങാനുള്ള യാതൊരു നിർദ്ദേശമല്ല. അങ്ങനെ കണക്കാക്കേണ്ടതുമില്ല. ഇത് നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് അറിവിലേക്ക് പറഞ്ഞതാണ്. ഇത് ചിലപ്പം സംഭവിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് അറിവ് ശേഖരിക്കുമ്പോൾ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് ഓഹരികൾ വാങ്ങുക, ലാഭം നേടുക. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് ഇത് മുട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് ലഭിക്കുകയായിരുന്നെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ സാധിക്കുമായിരുന്നു. എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ദയവായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.